ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വൈകുന്നേരം മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഉറങ്ങി എണീച്ചപ്പോൾ പള്ള ഭയങ്കരമായി കത്തണ പോലെ. അപ്പോൾ എന്താ തോന്നി, ഇലയുടെ ഉണ്ടാക്കാതെ മനസ്സിലേക്കൊരു ചിന്തന വന്നു. അപ്പോൾ വേഗം പിന്നെ ആ പണിക്ക് നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം ചായ വെച്ചു. ചായ വെച്ചിട്ട് ചായ കുടിച്ചു. എനിക്ക് എണീച്ചും ചായ വേണം. ചായ കുടിച്ചു. ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചെന്നാൽ ഇലയുടെ ഉണ്ടാക്കാൻ അത് തിന്നാനും തോന്നി. വല്ലാത്തൊരു വിശപ്പ് തോന്നി. ഇങ്ങനെ വയറ്റിൻ്റെ ഉള്ളിൽ മറ്റേ ആരോ വന്ന് നോണ്ടിട്ട പോലത്തെ ഒരു ഇത് വെച്ചതൊക്കെ. അപ്പം പിന്നെ വേഗം എന്തായാലും വേഗം ഉണ്ടാക്കി. അങ്ങനെ ഇലയുടെയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ചെടിയും കവുങ്ങൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അത് നനച്ചുകൊണ്ട് കുറേ നേരം നിന്നു. ഇതിപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അതിൽ നൈറ്റ് വരെ ഫുള്ളായിട്ടുണ്ടായില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. എൻ്റെ കവുങ്ങൊക്കെ അത്യാവശ്യം ഏകദേശം വലിപ്പമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ നിങ്ങളൊക്കെ. പിന്നെ എൻ്റെ ചക്കമരത്തിൽ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2 പ്രാവശ്യം ഞങ്ങൾ ഇടിച്ചക്ക പൊട്ടിച്ചു. ഇപ്പോൾ വലിയ ചക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീട് ഇരുന്നിട്ട് 2 കൊല്ലമായി. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തിൽ 2, 3 ചക്ക ഉണ്ടായുള്ളൂ. ഇപ്രാവശ്യം അത്യാവശ്യം കാണുന്നുണ്ട്. കണ്ടോ ആ ചക്ക, അതൊക്കെ ഉണ്ട്, അതിലൊക്കെ ചക്കയാണ്. പിന്നെ അങ്ങനെ മുറ്റമൊക്കെ നനച്ചു. ഭയങ്കര പൊടിയാണ്, ഒന്നാമത് നല്ല പൊടിയാണ്. അപ്പോൾ പിന്നെ ചെടികളൊക്കെ നനച്ച് എന്നിട്ട് മുറ്റത്ത് അതൊക്കെ നനയ്ക്കാൻ വേണ്ടി പിന്നെ അങ്ങനെ ബാക്കിലേക്ക് പോയി. ബാക്കിൽ 2 തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത് വെച്ചാണ് കേട്ടോ, വലുതായിട്ടൊന്നും ഇല്ല. അങ്ങനെ ബാക്കിലോട്ട് അങ്ങനെ ശ്രദ്ധ വരാത്തത് കൊണ്ട് അങ്ങനെ കാടും പൊന്തൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഒന്ന് വൃത്തിയാക്കിയത്. കാരണം അവിടെ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. ഇത്രയും കാലം മഴ തന്നെ ആയിരുന്നല്ലോ. മഴയത്ത് എന്താ ഈ പുല്ലും കാടും അവച്ച് വരികയെന്നെ, എത്ര വെട്ടിയതായിട്ടും കാര്യമില്ല. അങ്ങനെ ഇപ്പം തന്നെ ഒക്കെ വൃത്തിയാക്കി. അപ്പോൾ വേണ്ട വാഴ ഒന്നുകൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ അവിടെ ഉള്ളൂ. ഇത് ഇത്തിരി മൂത്ത പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ തണുപ്പാണെന്നറിയില്ല. എനിക്കും കുട്ടിക്കൊക്കെ ഇത് കഴിച്ച ശേഷമാണ് നല്ല ജലദോഷവും തൊണ്ടവേദനയും പനിയൊക്കെ വന്നത്. അപ്പോൾ മിക്കവാറും ഇത് കടയിൽ 1, 2 ഒക്കെ ഉണ്ടാകുമ്പോൾ കടയിൽ കൊടുക്കലാണ് ചെയ്യാറ്. കാരണം ഇത് കഴിച്ചാൽ വയ്യായി വരിക, കാരണം തണുപ്പ് കൂടുതലായിട്ട് അതുകൊണ്ട്. ഇപ്രാവശ്യം കൊടുത്തില്ല. അപ്പോൾ കഴിച്ചപ്പോൾ ഒക്കെ പനിയും കിട്ടി കേട്ടോ. കുട്ടീനെ മാറിയപ്പോഴേക്കും എനിക്ക് വന്നു. എൻ്റെ ഇപ്പോൾ ഒരുവിധം മാറണേ ഉള്ളൂ. നല്ല മാറിയെന്ന് പറയാൻ പറ്റിയതായിട്ടൊന്നുമില്ല. പിന്നെ തെങ്ങിലൊക്കെ കുറച്ച് നനച്ചു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനായിട്ടോ, മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അവിടെ ഒരു മാവ് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടിക്ക് അന്ന് പനിയൊക്കെ കയറിയപ്പോൾ നുങ്ക് വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു വണ്ടി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് ഇങ്ങനെ ഉരുട്ടി കളിക്കുകയാണ്. കൂടുതൽ ഇവിടെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു ഉമ്മാൻ്റെ അടുത്തും റോട്ടിലെ കുട്ടികളെല്ലാം കളിക്കുകയായിരിക്കും. അപ്പോൾ ബാങ്ക് കൊടുക്കാനായപ്പോൾ വന്നതാണ്. അപ്പോൾ പിന്നെ വണ്ടീൻ്റെ ഓർമ്മ വന്ന് വേഗം അത് എടുത്തു. പിന്നെ അത് ബാങ്കൊക്കെ കൊടുത്തു കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് നല്ല ഇരുട്ടായി. ബാങ്ക് കൊടുത്തു. നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മീനുണ്ടായിരുന്നു, അത് പൊരിച്ച് മീൻ കറിയൊക്കെ ചൂടാക്കി. ഇന്ന് മുളക് കറിയാണ് വെച്ചത്. നല്ല മത്തി മുളക് ഇട്ട് വറ്റിച്ച പോലെ വെച്ചു. അതൊക്കെ കൂട്ടി കുട്ടിക്ക് ചോറൊക്കെ കൊടുത്തു കേട്ടോ. ചോറൊക്കെ എടുത്ത് കൊടുത്തു. ഉച്ചയ്ക്ക് ഞാൻ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് അത് കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതും എടുത്ത് മീൻ പൊരിച്ചത് മീൻ ചാറൊക്കെ കൂട്ടി കുട്ടിക്ക് ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് നാളെ വേറെ വിശേഷമായി കാണാം. ബായ്. സംസാരിക്കട്ടെ.